നമുക്ക് കോതമംഗലം കുട്ടൻപുഴ അവിടെ ഉരുളൻ തണ്ണി എന്ന പ്രദേശത്തേക്ക് ഒന്ന് പോകണം. അവിടെ കഴിഞ്ഞ ദിവസമാണ് യുവാവിനെ ഒരു കാട്ടാന ചവിട്ടിക്കൊന്നത്. ജനങ്ങൾ വലിയ ശക്തമായ പ്രതിഷേധം അവിടെ ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നു. ഒടുവിൽ കളക്ടർ എത്തിയാണ് ജനങ്ങളെ ആശ്വസിപ്പിച്ചത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. കോതമംഗലത്തും കുട്ടൻപുഴയിലും ഇന്ന് ജനകീയ ഹർത്താൽ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. രാത്രിയിൽ സുഹൃത്തിനൊപ്പം നടന്നു പോകുമ്പോഴാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. ഈ പ്രദേശത്ത് ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെ മാത്രമാണ് എൽദോസ് എന്ന ആളുടെ വീട്. പാതയിൽ വഴിവിളക്കുണ്ടായിരുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ്. കളക്ടറുടെ ഉറപ്പിനെ തുടർന്ന് ഏതാണ്ട് 8 മണിക്കൂറോളം ഈ എൽദോസിന്റെ മൃതദേഹം നാട്ടുകാർ വിട്ടു നൽകിയിരുന്നില്ല. നാട്ടുകാർ പിന്നെ നടക്കും, ആരെയും പിന്നെ ആനെ വെട്ടിക്കൊല്ലും. 8 മണിക്കൂറോളം എൽദോസിന്റെ മൃതദേഹം നാട്ടുകാർ വിട്ടു നൽകിയിരുന്നില്ല. 8 മണിക്കൂറിന് ശേഷമാണ് കളക്ടറുടെ ഉറപ്പിന്റെ പുറത്ത് വിട്ടു നൽകിയത്. കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ട്രഞ്ച് നിർമ്മാണം ഇന്ന് തന്നെ തുടങ്ങുമെന്നാണ് കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ പ്രദേശത്ത് 60ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ജനപ്രതിനിധികൾ, ആ പ്രദേശത്തെ MLA-മാരടക്കം അവിടെ എത്തി. ആന്റണി ജോൺ ഉണ്ട്. MLA ആന്റണി ജോണിന്റെ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ MLA-മാരടക്കം എത്തിയാണ് ഈ നാട്ടുകാരോട് സംസാരിച്ചത്. പക്ഷെ അവർ കൃത്യമായ ഉറപ്പ് കിട്ടാതെ പിരിഞ്ഞു പോകില്ല എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഇതനുസരിച്ചാണ് കളക്ടർ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുകയും ഭാര്യയ്ക്ക് ജോലി നൽകും എന്നുള്ള ഒരു ഉറപ്പും നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് വളരെ ട്രഞ്ച് നിർമ്മാണം അടക്കം വർഷങ്ങളായി ഇവർ ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അതായത് എൽദോസ് സ്ഥിരമായി നടന്നു പോകുന്ന ഒരു വഴിയാണ് ഇത്. ഞങ്ങളുടെ ജീവന് ഒരു വിലയുമില്ലേ, ഓരോ ജീവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നാളെയും ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടുമെന്നാണ് ഈ സ്ഥലത്ത് പ്രതിഷേധവുമായി വന്ന നാട്ടുകാർ വളരെ വൈകാരികമായി കളക്ടറോടും ജനപ്രതിനിധികളോടും ചോദിച്ചു. ആനേനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകാണ്ട് ഈ നാട്ടുകാർക്ക് ഒരു രക്ഷയുണ്ടാവും. ഞാൻ പറഞ്ഞ നശിക്കുള്ളൂ. നമ്മള് എന്ത് പറയാം, മാത്രമേ പരിഹാരമുള്ളൂ. ഡ്യൂട്ടിക്കാരെ സോളാർ ഫെൻസിംഗ് ജോലികൾ 21-ാം തീയതി ആരംഭിക്കും. ട്രഞ്ച് നിർമ്മാണം ഇന്ന് തന്നെ, അതായത് 8 കിലോമീറ്റർ പ്രദേശത്താണ് ട്രഞ്ച് നിർമ്മാണം ആവശ്യമായുള്ളത്. അത് ഇന്ന് തന്നെ ആരംഭിക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകുന്നു. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ 5 ദിവസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കും എന്നും കളക്ടർ ഉറപ്പ് നൽകി. RRT സംഘത്തിന് വാഹന സൗകര്യം അതൊരു പ്രധാന പ്രശ്നമാണ് ഈ മേഖലയിലെ, അതൊരുക്കും എന്ന് പറയുന്നു. ഇത്തരത്തിൽ കളക്ടർ നേതൃത്വത്തിൽ നടത്തിയ തീരുമാനം ഈ കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി, പിണ്ടിമന, കീരമ്പാറ
നെന്മാറ, കുട്ടമ്പുഴ, കവളങ്ങാട്, പൈങ്കോട്ടൂർ പഞ്ചായത്തുകളിലെ കാട്ടുമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നിരുന്നതാണ്. ആനയെ കൂടാതെ പന്നിയും കുരങ്ങുമൊക്കെ ഈ മേഖലയിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട്. ഈ പഞ്ചായത്തുകളിലെ റോഡുകളിലെല്ലാം കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. രാത്രി വീടിന് പുറത്ത് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ ഈ മേഖലയിലുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ജീവനോപാധികൾ അടഞ്ഞ മലയോര ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടി ഇല്ലാതാക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇത്തരത്തിൽ പലതവണയായി വനവകുപ്പിനെ അറിയിച്ചു, ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരാതി. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. തുടർന്ന് നാട്ടുകാർ വലിയ ജനരോഷം ആ മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ജീവനുകൾ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൽദോസ് എന്നും നടന്നു പോകുന്ന ഒരു വഴിയാണിത്. എൽദോസിന് അറിയാവുന്ന വഴിയാണ്. പക്ഷേ ഇങ്ങനെ വളരെ പെട്ടെന്ന് കാട്ടാന വന്ന് ആക്രമിക്കും എന്ന് എൽദോസിന് മനസ്സിലായിരുന്നില്ല. ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എൽദോസിന്റെ മനുഷ്യ ശരീരത്തോട് ചെയ്യാനാവുന്നതെല്ലാം ആന എൽദോസിന്റെ ശരീരത്തോട് ചെയ്തു. കാരണം ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു മൃതദേഹം എന്നുള്ളതും വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. വനമന്ത്രി AK ശശീന്ദ്രൻ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകാത്തത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. പക്ഷേ ഇന്ന് തന്നെ ട്രഞ്ച് നിർമ്മാണം അടക്കം ആരംഭിക്കുമെന്നാണ് നാട്ടുകാർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. അത് നടന്നാൽ മാത്രമാണ് ഈ കാട്ടാനകൾ കാട് വിട്ട് നാട്ടിലേക്ക് കയറുന്ന പശ്ചാത്തലം ഒഴിവാകുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ സ്വീകരിക്കേണ്ടതായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. 10 ലക്ഷം രൂപ ഏതായാലും വീട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ നൽകുകയും ചെയ്ത പശ്ചാത്തലം അതിനോടുകൂടി ചേർത്ത് വെക്കണം. 6 മണിക്കൂറോളം പ്രതിഷേധം നീണ്ടുനിന്നു. 1.5 മണിക്കൂർ ഈ പ്രതിഷേധക്കാരുമായി കളക്ടർ ചർച്ച നടത്തി. തുടർന്നാണ് ഒരു അനുരഞ്ജനം എന്ന നിലയിൽ ഏറ്റവും ഒടുവിൽ മൃതദേഹം കൈമാറാൻ തയ്യാറായത് നാട്ടുകാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പഞ്ചായത്തിലാണ് ആശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു മനുഷ്യനെ ആന കോതമംഗലം കുട്ടമ്പുഴയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. കാട്ടാനയുടെ ആക്രമണം സ്ഥിരമായ ഒരു മേഖലയാണ് ഇത്. സ്ഥിരം കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും ഒടുവിലാണ് അതാ ഇപ്പോൾ ഈ ദാരുണമായ സംഭവം ഉണ്ടാവുകയും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. ഇന്നലെ രാത്രിയാണ് സംഭവം. സംസാരിക്കട്ടെ